അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ചിറയൻകീഴ് വടകര റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായിട്ട് നിർവഹിക്കും. നവീകരിച്ച 103 സ്റ്റേഷനുകളാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത്. കോഴിക്കോട് വടകര സ്റ്റേഷനിൽ നിന്ന് മിഥില ബാലൻ ചേരും. അതുപോലെ തിരുവനന്തപുരം ചിറയൻകീഴ് സ്റ്റേഷനിൽ നിന്ന് MG പ്രതീക്ഷയും ചേരുന്നുണ്ട്. ആദ്യം മിഥില ബാലനിലേക്ക്. മിഥില, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിലെ വടകരയിലെ സ്റ്റേഷൻ കിടിലമായിട്ടുണ്ടല്ലോ, വിവരങ്ങൾ. തീർച്ചയായും SKN, അസൗകര്യങ്ങളുടെ നടുവിലായിരുന്നു നേരത്തെ വടകരയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ. എന്നാൽ ഇന്ന് അത്യാധുനിക സൗകര്യങ്ങളോടെ 22 കോടി രൂപ മുടക്കി നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കേരളീയ വാസ്തുശില്പ പ്രകാരം അത്തരത്തിൽ ആണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് സൗകര്യം വലിയൊരു പ്രശ്നമായിരുന്നു നേരത്തെ മുതൽ. എന്നാൽ ഇപ്രാവശ്യം 8582 ചതുശ്ര മീറ്ററിലാണ് ഇത്തരത്തിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ മുറ്റത്ത് തന്നെ വലിയൊരു കുളമുണ്ട്, പൂന്തോട്ടമുണ്ട്. ഇത്തരത്തിൽ അകത്തും പുറത്തും എത്തുന്ന യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള സൗന്ദര്യം ആസ്വദിച്ച് അകത്തേക്ക് പോയാൽ അതിലും വിപുലമായ സൗകര്യങ്ങൾ. നേരത്തെ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് ഇരിക്കാൻ സൗകര്യമില്ല എന്നതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, പ്ലാറ്റ്ഫോമിൻ്റെ നീളം കുറവാണ്. ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ മഴക്കാലമാണെങ്കിൽ മഴ നനഞ്ഞ് ട്രെയിനിൽ കയറേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. കസേരകളുടെ എല്ലാം മറ്റ് സൗകര്യങ്ങളുടെ എല്ലാം എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. AC വെയിറ്റിംഗ് റൂമുണ്ട്. മാത്രമല്ല, ചുമർ ചിത്രങ്ങളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വടകര റെയിൽവേ സ്റ്റേഷൻ 22 കോടി രൂപ ചെലവിൽ നവീകരിക്കുമ്പോൾ ആ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെയാണ് ഉദ്ഘാടനം നടക്കുക. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇങ്ങോട്ട് എത്തും. മാത്രമല്ല, PT ഉഷ MP, ഷാഫി പറമ്പിൽ MP, KK രമ MLA തുടങ്ങിയവരും നേരിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കും. 9:30 കേന്ദ്രമന്ത്രി ഇങ്ങോട്ട് എത്തുക. വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തുതന്നെയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒട്ടും സൗകര്യമില്ലാത്ത, നേരത്തെ അസൗകര്യങ്ങളുടെ നടുവിലുണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ അത്യാധുനിക നിലയിൽ. അതിൻ്റെ ഒരു സന്തോഷം ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് മുഴുവനുണ്ട്. SKN. ഓക്കെ, വടകരക്കാർക്ക് എന്തായാലും സന്തോഷിക്കാവുന്ന കാര്യമാണ്. നേരത്തെ ഞാൻ ആ വടകര റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കും വളരെ സൗകര്യങ്ങൾ കുറഞ്ഞ സ്റ്റേഷനാണല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ ആർഭാടത്തോട് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇനി ചിറയൻകീഴിലേക്ക്, തിരുവനന്തപുരത്തെ ചിറയൻകീഴ് സ്റ്റേഷനിലും സമാനമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതാണ് മനസ്സിലാക്കുന്നത്. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, വടകര പോലെ തന്നെ ആയോ ചിറയൻകീഴും? SKN, തീർച്ചയായും. കാരണം ഒരു കാലം വരെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയായിരുന്നു ചിറയൻകീഴ്. പക്ഷെ നേരത്തെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ വന്നവർക്ക് അറിയാം. പക്ഷേ ആ മുഖമാകെ മാറിയിരിക്കുന്നു. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ നേരത്തെ ആ ഒരു കണ്ട മുഖമേ അല്ല. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചത്. അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് 7 കോടി രൂപ ചെലവിട്ട് തിരുവനന്തപുരം ചിറയൻകീഴ് സ്റ്റേഷനും നവീകരിച്ചിട്ടുള്ളത്. ഈ അത്യാധുനിക പല സൗകര്യങ്ങളും ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഒപ്പം ഈ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുന്നതിനും ഒപ്പം സുരക്ഷിതമായ യാത്ര നടത്തുന്നതിനുമുള്ള സൗകര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദമായി കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഈ നവീകരിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ആളുകൾക്ക്, ഇവിടെ എത്തുന്ന ആളുകൾക്ക് കൃത്യമായി ടിക്കറ്റ് എടുക്കുന്നതിനും അവരുടെ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള സൈൻ ബോർഡുകൾ അടക്കം റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ തരത്തിലൊരു നവീകരണം ഈ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട്. ജനങ്ങളും ഒക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. കാരണം വർഷങ്ങളായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ നടക്കാതിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്തരത്തിൽ ഒരു മാറ്റം ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന്റെ ഉൾഭാഗമാണ്. കൃത്യമായി ഈ ട്രെയിനുകൾ എപ്പോൾ എത്തും അതിന്റെ സമയക്രമം അടക്കം LED വാളിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ ശുചിമുറികൾ, ഒപ്പം ഈ വിശ്രമ കേന്ദ്രങ്ങളൊക്കെ തന്നെ എവിടെയാണ്, ഏത് ഇടത്തിലാണ്, അതിന്റെ കൃത്യമായി ഈ സൈൻ ബോർഡുകൾ ഈ റെയിൽവേ സ്റ്റേഷന് അകത്ത് കാണാം. ടിക്കറ്റ് കൗണ്ടറുകളുടെ സൗകര്യങ്ങളടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു നവീകരണമാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. അല്പം സമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കും. പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഈ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വേദി സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വേദിയിലായിരിക്കും റെയിൽവേ ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും MPമാരും അടക്കം ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. എന്തായാലും ഈ നാട്ടുകാർ വലിയ ഒരു സന്തോഷത്തിലാണ്. SKN, ആ ഒരു നാട്ടുകാരുടെ ഒക്കെ തന്നെ വലിയ പങ്കാളിത്തം ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കും. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.